പുന്നേർകുളം പഞ്ചായത്തിൽ മന്നലാംകുന്ന് പ്രദേശത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് എൻ.കെ. അക്ബർ എം.എൽ.എയുടെയും സബ് കളക്ടർ അഖിൽ വി മേനോന്റെയും നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രശ്നബാധിത പ്രദേശം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. മന്നലാംകുന്നിലെ ചക്കോലയിൽ റോഡ്, എ.കെ.ജി. റോഡ്, അൽ അമീൻ റോഡ് എന്നിവിടങ്ങളിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ വെള്ളക്കെട്ട് മൂലം നിരവധി വീടുകൾ ദുരിതത്തിലാണ്. വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഗുരുവായൂർ എം.എൽ.എക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ദേശീയപാത ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം വിളിച്ചത്. പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് 3 റോഡുകളും സന്ദർശിച്ച ശേഷം ചക്കോലയിൽ റോഡിൽ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കാന നിർമ്മിക്കുന്നതിനും റോഡിന്റെ അവസാന ഭാഗത്ത് കനോലി കനാലിനോട് ചേർന്നുള്ള കാന എം.എൽ.എ ഫണ്ടിൽ ഉൾപ്പെടുത്തിയും നിർമ്മിക്കാൻ ധാരണയായി. ജില്ലാ കളക്ടർ, പ്രൊജക്ട് ഡയറക്ടർ എന്നിവരുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാൻ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. ദേശീയപാതയുടെ പടിഞ്ഞാറു ഭാഗത്ത് വെള്ളം ഒഴുകിപ്പോകുന്നതിനായി സംവിധാനമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും എം.എൽ.എ അധികൃതർക്ക് നിർദ്ദേശം നൽകി. യോഗത്തിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ചാവക്കാട് തഹസിൽദാർ എം.കെ. കിഷോർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ് പി.ഡബ്ല്യു.ഡി. എൻ.വി. ആന്റണി, ദേശീയപാത ലൈസൺ ഓഫീസർ കെ.ബി. ബാബു, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരായ വി.എസ്. വിഷ്ണു വിവേക്, ശുഭം യാദവ്, വാർഡ് മെമ്പർ ആലത്തയിൽ മൂസ തുടങ്ങിയവരും എം.എൽ.എക്കൊപ്പം ഉണ്ടായിരുന്നു.